അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കായി പങ്കുവയ്ക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രത്യേകമായി നമ്മുടെ യുവജനങ്ങൾ കുടുങ്ങിപ്പോകുന്ന പ്രേമബന്ധങ്ങളെ അടുപ്പങ്ങളെക്കുറിച്ചും പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് നമ്മുടെ വളരെയധികം കുട്ടികൾ കുടുങ്ങിപ്പോകുന്ന വലിയൊരു തിന്മയുടെ കെട്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് തെറ്റായ അടുപ്പങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ മദ്യവും ലഹരി വസ്തുക്കളും കഞ്ചാവ് ഹാൻസ് തുടങ്ങിയതൊക്കെ ഏറ്റവും പ്രമാദമായ ബന്ധനമായിരുന്നു എന്നാണ് പറഞ്ഞു വെച്ചതെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുക അതിനേക്കാൾ ഗൗരവമായി ധാരാളം കുട്ടികൾ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ ഭൂരിപക്ഷം പേരും മദ്യത്തിലോ ഹാൻസിലോ മയക്കുമരുന്നിലോ പെട്ടുപോകുമ്പോൾ പെൺകുട്ടികൾ തത്തുല്യമായ രീതിയിൽ തന്നെ മഹാഭൂരിപക്ഷം കുട്ടികളും അടുപ്പങ്ങളിലോ പ്രേമങ്ങളിൽ പെട്ടുപോകാം. നമുക്കറിയാം, ഇന്ന് +2 വരെ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ വീടുകളിലാണ് നിൽക്കുന്നത്. SLC +2 ഒക്കെ വീട്ടിൽ നിന്ന് പോയി പഠിക്കാം. +2 കഴിയുമ്പോൾ കോളേജ് വിദ്യാഭ്യാസനോ അല്ലെ ഏതെങ്കിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസനോ അവർ വീട് വിട്ട് പുറത്തു പോകും. കേരളത്തിൽ തന്നെയുള്ള നഗരങ്ങളിലേക്ക് പോകുന്നു. അത് എഞ്ചിനീയറിംഗ് പഠിക്കാനായിരിക്കാം, നേഴ്സിംഗ് പഠിക്കാനായിരിക്കാം, ഹോട്ടൽ മാനേജ് പഠിക്കാനായിരിക്കാം, മെഡിസിൻ ആയിരിക്കും. അതേ സമയത്ത് ഈ പഠിക്കാൻ പോകുന്ന കുട്ടികളിലെ 60% കേരളത്തിന് പുറത്തു പോകാം. കർണാടകയിലെ വിവിധ ഭാഗങ്ങളിലേക്കും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്കും ആന്ധ്രയിലേക്കും ഒക്കെ ആയിട്ട് കുറേ പേര് പോകുന്നു. ഇപ്പോൾ ഒരു 5% ആൾക്കാർ വിദേശങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ പഠനത്തിന് പോകുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും അറിയാണ്ട് ഈ പ്രേമബന്ധങ്ങളുടെ മാസ്മരിതപ്പെട്ടു പോകാം. അത് വലിയൊരു ആവേശവും ഹരവുമായി മാറുക. നമുക്കോർക്കാം, വെറുതെ കാഷ്വലായിട്ടും വെറുതെ രസകരമായി ഓർത്താലും കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പണം വാരിയെടുത്ത പടങ്ങൾ പ്രേമത്തിൻ്റെ കഥകളായിരുന്നു. അത് പ്രേമത്തിൻ്റെ കഥയായാലും മൊയ്തീൻ്റെ കഥയായാലും ഈ പ്രേമത്തിൻ്റെ ഒരു അല, ഒരാരവം കേരളത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വരുന്ന ധാരാളം കുട്ടികൾ ഈ പ്രേമത്തിൽ കൊടുങ്ങുക. പലപ്പോഴും ഇതിൻ്റെ ആവശ്യകതയോ എന്താണ് പ്രസക്തിയെന്നോ അല്ലെ ഇതുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പോലും ചിന്തിക്കുന്നില്ല. മിക്കവാറും പേരൊക്കെ ഇളം പ്രായത്തിൽ, അതായത് ഒരു 15 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള ഈ പഠിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഇവർ ഭൂരിപക്ഷം പേര് ഈ അടുപ്പങ്ങളിൽ പെട്ടുപോകുന്നത്. അതായത് 18 വയസ്സായാലേ വോട്ടവകാശം കിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ. ആരാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പറെന്ന്, അല്ലെ 5 വർഷം ആരാണ് നമ്മുടെ MLA ആകേണ്ടതെന്ന്
തിരിച്ചറിയാനും നിശ്ചയിക്കാനുള്ള ബുദ്ധിയാണെങ്കിൽ 18 വയസ്സാകണമെന്ന് സയൻസ് പഠിപ്പിക്കുന്നു. എന്നിട്ടാണ് ഈ 17 വയസ്സുകാരൻ പയ്യൻ പറയുന്നത് എനിക്ക് ഇന്ന പെണ്ണ് ജീവിതകാലം മുഴുവൻ വേണമെന്ന് പറയുന്നത്. അതായത് ഒരു 5 വർഷത്തെ ആളെ തിരഞ്ഞെടുക്കാൻ പോലുള്ള മാനസിക പക്വത ആയിട്ടില്ല എന്ന് സയൻസും ബയോളജി പഠിപ്പിക്കുമ്പോഴാണ് ഇവൻ തൻ്റെ തെറ്റായ ധാരണ കൊണ്ട് ജീവിതകാലം മുഴുവൻ ആളെ ചിന്തിക്കുന്നത്. 18 വയസ്സാകാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോൾ എല്ലാം നോക്കി ഓടിക്കാനും വശങ്ങൾ നോക്കാനും ബ്രേക്ക് ഔട്ടെടുത്ത് ബ്രേക്ക് ഔട്ടാനും ഗിയർ മാറുന്നത് ഗിയർ മാറാനും ഒക്കെയുള്ള മനസ്സിൻ്റെ ധൈര്യവും പക്വതയും ഉണർവും കിട്ടണമെങ്കിൽ 18 വയസ്സാകണമെന്നാണ് സയൻസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 18 വയസ്സിന് മുമ്പ് ലൈസൻസ് കൊടുക്കാത്തത്. എന്നിട്ടാണ് 17 വയസ്സുകാരി കൊച്ചും 16-17 വയസ്സുകാരും പയ്യനൊക്കെ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ വണ്ടി ഞാൻ പ്രേമത്തിൽ 16-ാം വയസ്സിൽ ഓടിച്ചു തുടങ്ങുകയാണ്. തെറ്റാണ്. യു ആർ നോട്ട് മച്ചുവേർഡ് ഇനഫ് ടു ടേക്ക് എ ഡിസിഷൻ. ഒരു തീരുമാനമെടുക്കാനുള്ള മാനസിക പക്വത ആയിട്ടില്ല. പക്വത ഇല്ലാത്ത കാലത്ത് പുറമേയുള്ള ആകർഷണങ്ങളിലും പുറമേയുള്ള സംസാരങ്ങളിലും ഒക്കെ പെട്ട് ഇങ്ങനെ പ്രേമത്തിൻ്റെ അഗ്നിനാളങ്ങളിലേക്ക് പറന്നിറങ്ങുന്ന കുറേ ഈയാമ്പാറ്റകളെ ഞാൻ കാണുക. ഈ ഈയാമ്പാറ്റ ഈ തീനാളങ്ങളിങ്ങനെ ആടുമ്പോൾ അതെന്തോ എന്നെ മാടി വിളിക്കുന്ന വശീകരണത്തിൻ്റെ പുതിയൊരു സ്നേഹമായിരിക്കുമെന്ന് വെച്ചാൽ പോകുന്നത്. പക്ഷേ തീ ചെന്നിയാടുമ്പോൾ ഈയാമ്പാറ്റ ചിറകരിഞ്ഞാൽ വീഴുന്നത്. ഇതുപോലെ തന്നെ എത്രയോ ജീവിതങ്ങളാണ് പരാജയപ്പെട്ടു പോകുന്നത്. ഈ പരാജയപ്പെട്ടു പോകാൻ കാരണം ഇവർ പുറംപൂച്ച് മാത്രം കണ്ട് പുറംമോടി മാത്രം കണ്ട് ഇവർ ബന്ധങ്ങളെ ചെന്നിയാടുന്നു, ബന്ധങ്ങളെ വളർന്നുകൊണ്ടിരിക്കുന്നു, അവസാനം അത് പൊട്ടിത്തകരും. അതുകൊണ്ട് ഞാനിങ്ങനെ സൂചിപ്പിക്കും, ഇന്ന് നമ്മളെപ്പോലെ മുതിർന്ന തലമുറ, അത് മാതാപിതാക്കളാകട്ടെ, സഭയിലെ ആചാര്യന്മാരാകട്ടെ, ഇടയന്മാരാകട്ടെ, അവരൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നല്ല കഴിവുള്ള കുട്ടികളാണ്, ജ്ഞാനമുള്ള കുട്ടികളാണ്, നന്നായി പഠിക്കാറിയാം. അവരുടെയൊക്കെ അറിവ് നമ്മൾ ചിന്തിച്ചോണം. ഇന്ന് 100% മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ്. പണ്ടൊക്കെ റാങ്ക് പോലെയല്ല ഇന്നത്തെ റാങ്ക്. എല്ലാത്തിനും ഫുള്ള് മാർക്ക് മേടിക്കുകയാണ്. എല്ലാ വിഷയങ്ങളും എല്ലാം ശരിയാക്കുകയാണ്. പണ്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്രമാത്രം ജ്ഞാനവും അറിവുള്ള മക്കൾ എന്തേ ഇങ്ങനെ തെറ്റായ അടുപ്പങ്ങളിലും ബന്ധങ്ങളിലും പെട്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ മാതാപിതാക്കളും ഇടയന്മാരും ഒക്കെ ഗൗരവമായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും തക്കതായ നടപടിയെടുക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും പ്രേമബന്ധങ്ങളിൽ പെട്ടുപോകുന്ന ആൾക്കാർ പുറമേ കാണുന്ന ആകർഷത്തിൽ വശം പെട്ടു പോകുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റാതായി പോകുന്നു. പുറമേ ഒരു ചിരിയായിരിക്കാം, മുടി ചെയ്യുന്നതിനെക്കുറിച്ചായിരിക്കാം, പാട്ട് പാടുന്നതിനെക്കുറിച്ചായിരിക്കാം, നന്നായി പെരുമാറുന്നതിനെക്കുറിച്ച്, ഇതൊക്കെ ഒരു അടുപ്പം തോന്നുക. പക്ഷേ എന്തിനാണ് പ്രേമിക്കുന്നത്? വിവാഹം കഴിക്കാനല്ലേ, ഒന്ന് ജീവിക്കാനല്ലേ? ജീവിക്കാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രേമത്തിൻ്റെ കാലഘട്ടങ്ങൾ ഉത്സവമേളം പോലെ നടക്കും. പക്ഷേ കല്യാണം ആയിക്കഴിഞ്ഞാൽ എന്നും യുദ്ധവും വഴക്കും പോലെയാണ്. കാരണം പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പ്രേമിച്ച് നടക്കുന്ന കാലത്ത് വളരെ രസകരമായി ജീവിച്ചു പോകാൻ പറ്റും. ഇത് നമ്മൾ കാണുകയല്ലേ, ഇങ്ങനെ വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ ധിക്കരിച്ചിറങ്ങിപ്പോയ, വലിയ ആവേശത്തെരയിളക്കി ഇറങ്ങിപ്പോയ എത്രയോ പ്രേമ വിവാഹങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ മാസം എൻ്റെ അടുത്ത് ധ്യാനത്തിനും കൗൺസിലിംഗ് വന്നവരൊക്കെ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ ചേർന്ന കാലം തൊട്ട് MBBS പാസ്സാകുന്നത് വരെ ഭയങ്കര പ്രേമത്തിലായിരുന്ന 2 യുവത ഡോക്ടർമാരും ഭയങ്കര ഇഷ്ടവും കൂട്ടുമായി. വളരെയധികം സാമ്പത്തിക വ്യത്യാസവും വളരെയധികം കുടുംബ പാരമ്പര്യ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഭയങ്കര അടുപ്പായതുകൊണ്ട് ഇവരെന്നും വിളിച്ച് കൂട്ടുകൂടി ഒന്ന് ജീവിക്കുന്നില്ലേ. വീട്ടുകാർ അവസാനം ഇവിടെ ഷാഢ്യത്തിൽ വഴങ്ങി, പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയുടെ ഷാഢ്യത്തിൽ വഴങ്ങി, എനിക്ക് ഇവനില്ലാണ്ട് ജീവിക്കാൻ പറ്റിയാൽ ഷാഢ്യത്തിൽ വഴങ്ങി അവർ കെട്ടിച്ചു കൊടുത്തു. ക്രിസ്തീയ മക്കൾ തന്നെയാണ്, പള്ളി വെച്ചാൽ കെട്ടിച്ചു കൊടുത്തു. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടില്ല. ഈ കുടുംബങ്ങളുടെ സംസ്കാരം വേറെയാണ്, ഇവൻ്റെ രീതി വേറെയാണ് ഒക്കെ. പക്ഷെ ഇവളൊന്നും ഇവിടെ തലക്കേറിയ. ഏതായാലും കല്യാണം കഴിച്ചു. പ്രിയപ്പെട്ട ഒരു അത്ഭുതം എന്ന് തോന്നുന്നത്, 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് ചേരാൻ പറ്റുകയല്ല, തല്ലിപ്പിരിഞ്ഞ് പെണ്ണ് വീട്ടിൽ വന്നെന്നും പറഞ്ഞാൽ അമ്മ ഈ പെണ്ണിനെയും കൂട്ടി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നു. ഞാൻ അത്ഭുതത്തിൽ ചോദിച്ചു, 5 വർഷക്കാലം എത്രയോ മണിക്കൂറുകൾ ഫോണിൽ സംസാരിച്ച്, എത്രയോ യാത്ര ചെയ്ത്, എന്തെല്ലാം ചെയ്ത്, എന്നിട്ടാണ് തല്ലിപ്പിരിയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അച്ഛാ, ഇവൻ്റെ കൂടെ ജീവിച്ചു തുടങ്ങിയപ്പോൾ അച്ഛാ മനസ്സിലായത് ഇവന് ഭയങ്കര സംശയമാണ്, ഇവനെ അംഗീകരിക്കുകയല്ല, ഇവനെന്നെ സംശയം. ഞാൻ പോകുന്നച്ഛാ. അതായത് ഈ പ്രേമിക്കുന്ന കാലഘട്ടമല്ല വിവാഹം കഴിഞ്ഞ കാലഘട്ടം.
പ്രേമിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഉത്സവമേളങ്ങൾ, ഒരു ഉത്സവപ്പറമ്പിലെ ബലൂണും കുമിളകളും വളപ്പെട്ടുകളും നക്ഷത്രങ്ങൾ പോലെ ഈ ആവേശം അങ്ങ് പോവാ. ജീവിച്ചു തുടങ്ങുമ്പോൾ പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓർക്കണ്ടേ, എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ? പൊരുത്തപ്പെടാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ബന്ധത്തിലേക്ക് പോകാൻ പാടുള്ളൂ. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമങ്ങളിൽ കല്യാണം ആലോചിച്ച് വരുമ്പോൾ, അറേഞ്ച്ഡ് കല്യാണം വരുമ്പോഴും ഇത് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്നറിയാൻ കുറേ അവസരങ്ങൾ കൊടുക്കാറുണ്ട്. പെണ്ണ് കാണാൻ വരുന്നു, തിരിച്ചു വിട്ടാൽ അങ്ങോട്ടൊന്ന് കാണാൻ പോകുന്നു, വീണ്ടും അവൻ ഇങ്ങോട്ടൊന്ന് വരുന്നു, ഉറപ്പിക്കാൻ വരുന്നു, ഒത്തുകല്യാണം നടത്തുന്നു, ചരക്കെടുക്കാൻ പോകുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ വെച്ച് ഈ പെരുമാറ്റം കൊണ്ട് ഇവർ പൊരുത്തപ്പെടുമോ എന്ന് ഇവർ തിരിച്ചറിയണം. ഉദാഹരണം പറയുമ്പോൾ, ചരക്കെടുക്കാൻ പോകുന്ന കണക്കാക്കുക. എടുക്കാൻ പോകുമ്പോൾ അറിയാം, ഈ പെണ്ണ് മനസ്സിലായി ഇവൻ പിശുക്കനാണോ, ഇവൻ എല്ലാത്തിനും കണക്ക് പറയുന്നതിനാണോ, നന്നായി പെരുമാറുന്ന ആളാണോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, ഇവനെങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ ശീലമാണ്. ഇതൊക്കെ അറിയാനും കൂടി അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, അല്ലാതെ വെറുതെ ഭക്ഷണം കഴിക്കാനല്ല. ഇന്ന് ഓരോരുത്തരും പോയി അവരുടെ ഡ്രസ്സ് എടുത്ത് പോയി ഇത് പൊരുത്തപ്പെടുവോ എന്ന് നോക്കുന്നില്ല. അവസാനം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ എന്തും ആകട്ടെ എന്ന് വെച്ചാൽ ബോധപൂർവ്വം അങ്ങ് പൊരുത്തപ്പെട്ട് പോവുമായിരുന്നു. ഇതൊന്നുമില്ല, രണ്ടുപേരും രണ്ട് വശങ്ങൾ നിൽക്കുമ്പോൾ ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകുകയില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കഴിക്കുന്ന ഇൻ്റർലോക്കിൻ്റെ കട്ടർ കൊടുത്തു നോക്കുകയും അതിന് പ്രത്യേക ഷേപ്പാണ്. അത് ഒന്നിച്ച് ഒരേപോലെ എന്നാൽ ഇൻ്റർലോക്ക് ഭംഗിയാവും. ഒരു കട്ടയെങ്ങാൻ തിരിഞ്ഞു കിടന്നാലോ ബാക്കി എല്ലാം നേരെയും തെറ്റൂ. ചേരാൻ പറ്റാത്തത് ചേർത്ത് വെക്കാൻ നോക്കുന്ന നിമിഷങ്ങളിൽ ജീവിതം മുഴുവൻ താളപ്പിഴയിലുണ്ടാകുക. അതായത് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പുറമേ കാണുന്ന ആകർഷങ്ങൾ കൊണ്ട് ഈ ബന്ധങ്ങളിൽപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അവരുടെ ബന്ധങ്ങളെ ശ്രദ്ധിക്കണം. ഞാനിവിടെ വരുന്ന യുവജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞു വെക്കും, മോനെ നീ ഇത്തിരി മാറി എന്ന്, മോളെ ഇത്തിരി മാറി എന്ന് ചിന്തിക്ക്. ഇവൻ്റെ സ്വഭാവവുമായി പൊരുത്തപ്പെട്ടു പോകുമോ? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട്. അതിനൊരു കുടുംബത്തിൽ വളർന്നു വന്നത്, സാഹചര്യത്തിൽ വളർന്നു വന്നത്, അവരുടെ സ്വഭാവമായി പൊരുത്തപ്പെട്ടു പോകുമോ? പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ പ്രശ്നം. അതുകൊണ്ട് ഇന്നേ മാറിയേക്കാം. ഞാൻ ഓർക്കും, എനിക്കറിയാവുന്നൊരു വീട്ടിൽ 4 പെമ്മക്കളുടെ കുടുംബം. ഈ പെമ്മക്കളാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന കുട്ടികൾ. ആ വീട്ടിലെ അപ്പനൊരു പാവമാണ്, അമ്മയാണ് ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്നത്. കാരണം ഈ അപ്പനിങ്ങനെ പാവവും ആങ്ങളമാരില്ലാത്തതുകൊണ്ടും ഈ പെമ്പിളരാണ് കടയിൽ പോകുന്നത്, സാധനം മേടിക്കുന്നത്, എല്ലാ കാര്യം സൈക്കിൾ ഓടിക്കും, വണ്ടി, എല്ലാ കാര്യം നല്ല സ്മാർട്ട് കുട്ടികൾ. ഇങ്ങനെ ഇവരുടെ വീട്ടിൽ ഈ പെൺഭരണത്തിൻ്റെ ഒരു അലയൊടിയുണ്ട്. ഇങ്ങനെ എല്ലാം ചെയ്യാൻ തൻ്റെ ഇടവും കഴിവുള്ളൊരു പെങ്കൊച്ചിനെ വേറെ വീട്ടിലേക്ക് അവൾ പ്രേമിച്ചവർക്കിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചു പോവാം. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ 3 ചെറുക്കന്മാരേ ഉള്ളൂ. ഇവരുടെ വീട്ടിൽ അപ്പനാണ് ഭരിക്കുന്നത്, അമ്മയൊരു പാവം അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്ന പെണ്ണ്, പെങ്ങന്മാരാരുമില്ല, കസിൻസും ഇല്ല. അപ്പം അവൻ്റെ വീട്ടിൽ ആണുങ്ങളുടെ മേൽക്കോയ്മയുടെ ശരിയാണ്, പെണ്ണിൻ്റെ വീട്ടിൽ പെണ്ണിൻ്റെ മേൽക്കോയ്മയുടെയും. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്നും വഴക്കാം. ഇവളുടെ രീതിയിൽ പറയും, അവൻ പറയും, ഇല്ല ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തീരുമാനിച്ചു, നീ ഇവിടെ ഉണ്ടാകുന്ന വെച്ചാൽ മതി. അവൾ പറയാം, അല്ല ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ തീരുമാനിക്കുന്നത്, ഞാൻ ടൗണിൽ പോകും, ഞാൻ രാത്രിയായി വരും, ഞാൻ ആരും വിളിക്കും, എന്നാ പ്രശ്നം? അവൻ പറയും, അങ്ങനെ പറ്റിയല്ല. അതായത് 2 പരിശീലനം ലഭിച്ചു വന്ന കുട്ടികളാണ്. ഇവളുടെ മനസ്സിൻ്റെ ചിന്താധാരയോ പരിശീലനമോ അല്ല ഇവൻ്റേത്. ഇത് പൊരുത്തപ്പെടാൻ ബോധപൂർവ്വം പരിശ്രമിച്ച് പൊരുത്തപ്പെട്ട് തരത്തില്ലെങ്കിൽ എന്നും വഴക്കാരും. അവസാനം അവർ തല്ലിപ്പിരിയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. കാരണം ചില സ്വഭാവങ്ങൾ ചേരില്ല, ചില പാരമ്പര്യങ്ങൾ ചേരില്ല, ചില സംസ്കാരങ്ങൾ ചേരില്ല. ഇതൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മൾ വളർന്നു വന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും കിട്ടുന്ന പരിശീലനത്തിൽ നിന്നും ഈ സ്വഭാവം രൂപവൽക്കരിച്ചു വരുന്നത്. ഈ രൂപവൽക്കരിക്കപ്പെട്ട സ്വഭാവവുമായി പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോൾ കുടുംബം തകർന്നു പോയല്ലേ. അതുകൊണ്ട് പുറമേ കാണുന്ന ആകർഷകത അല്ല അടിസ്ഥാനപര ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നത്, മറിച്ച് സ്വഭാവങ്ങൾ തമ്മിലുള്ള പൊരുത്തമാണ്. സ്വഭാവങ്ങൾ തമ്മിൽ ചേരാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇതില്ലാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഓർക്കണം, നമുക്ക് ചില നാട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുമ്പോൾ, ചില സംസ്കാരത്തിൽ കല്യാണം ആലോചിക്കുമ്പോൾ, ചില രീതികളിൽ നിന്ന് കല്യാണം ആലോചിക്കുമ്പോൾ ഓർക്കണം, ഇത് ശരിയാവോ ചിന്തിക്കണം. ഇപ്പോൾ നല്ല പണമുള്ള ചെറുക്കൻ തീരെ പാവപ്പെട്ട പെണ്ണെ കെട്ടുന്നു. സിനിമാ കഥകളിലും നോവലുകളിലൊക്കെ ശരിയായിരിക്കാം. പക്ഷേ കുറേ കഴിയുമ്പോൾ ഈ പെണ്ണിൻ്റെ സ്വഭാവത്തിനാണ് വ്യതിയാനം ചിന്തിക്കണം. ഇപ്പോൾ വളർന്ന സ്വഭാവത്തിൻ്റെ രീതി പ്രകാരം ഇവർക്ക് ഈ സമ്പത്തുള്ള വീടിൻ്റെ സംസ്കാരം ചേരാൻ പറ്റില്ലെങ്കിൽ അവിടെ വീട്ടിൽ അവഹേളന പാത്രമാവും. ഏത് കാട്ടിൽ നിന്നും സാധനമാണെന്ന് ചോദിക്കും ഇവളെക്കുറിച്ച്. അവൾക്കപ്പോൾ സങ്കടമാവും, വിഷമാവും. അതുകൊണ്ടാണ് ഏകദേശമൊക്കെ ചേരുവോ എന്നൊക്കെ നോക്കിയിട്ട് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ, ചേർന്ന് പറ്റുള്ളൂ. അല്ലാതെ തോന്നലുകളുടെയും ഇഷ്ടങ്ങളുടെയും പുറകിൽ പോകുമ്പോൾ അത് വലിയ അപകടം പിടിച്ച ബന്ധത്തിലേക്ക് പോകുന്നത്, അത് പൊട്ടിത്തകരും.
ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്നൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ച പാഠം ഓർത്ത്. അതായത് സംസ്കാരങ്ങൾ ചേരുകയാണ്. ഈ സംസ്കാരങ്ങൾ തമ്മിൽ ചേരാൻ പറ്റുകയില്ല എന്നുള്ള പ്രശ്നം. ചിലതൊക്കെ പൊരുത്തപ്പെടാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതല്ലേ, പരിശ്രമിക്കണം. പക്ഷെ ഒട്ടും പറ്റിയാലെങ്കിലോ? അതുകൊണ്ടാണ് ചിലപ്പോഴും മാതാപിതാക്കൾ, മുതിർന്നവരൊക്കെ ചില ജാതികളുടെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ, സംസ്കാരത്തിൻ്റെ പേരിൽ പൊരുത്തപ്പെടാൻ പറ്റിയാലെങ്കിൽ മോനെ അത് വേണ്ടെന്ന് വെക്ക്, മോളെ അത് വേണ്ടെന്ന് വെക്കെന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റ് ജാതികളുമായിട്ടുള്ള മറ്റ് സംസ്കാരങ്ങളുമായി വിവാഹബന്ധം ഏർപ്പെടരുത്. അതുപോലെ പ്രിയപ്പെട്ടവർ ഓർത്തു വെക്കണം, മതപരമായ വ്യത്യാസം. നമ്മുടെ നാട്ടിലൊക്കെ മതങ്ങളുണ്ട്, മതങ്ങൾ വേണം, മതങ്ങൾ നല്ലതാണ്. മതം ഒരു സംസ്കാരമാണ്, കൾച്ചറാണ്. ആ ഒരു കൾച്ചർ വേറെ കൾച്ചറോട് എല്ലാ മേഖലയിലും പൊരുത്തപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഓർക്കണം, ചേരാൻ പറ്റാത്ത ഘടകങ്ങളുള്ളതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഒരു മതത്തിൻ്റെ അതിൻ്റെ തനിമയിൽ ശ്രേഷ്ഠതയിൽ വളരട്ടെ. ഹിന്ദുവായ മകൻ ഹിന്ദുവായ പെൺകുട്ടിയെ കെട്ടട്ടെ, ഒരു മുസ്ലിമായ മകൻ മുസ്ലിമായ പെൺകുട്ടിയെ കെട്ടട്ടെ, ക്രിസ്ത്യാനിയ മകൻ ക്രിസ്ത്യാനിയ പെൺകുട്ടിയെ കെട്ടട്ടെ. ആ മതത്തിൻ്റെ ഫ്രെയിമിൽ ഒതുങ്ങുന്നത്. അതുകൊണ്ടാണ് ബൈബിളൊക്കെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഓർത്ത് നോക്കണം. നമ്മുടെ വംശത്തിലും പാരമ്പര്യത്തിലും പെട്ട പെണ്ണിനെ കെട്ടാവൂ എന്നൊക്കെ കർശനമായി താക്കീത് കൊടുക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിന് 12 ഓർക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നോഹ, അബ്രാഹാം, യാക്കോബ് ഇവരെല്ലാം തങ്ങളുടെ വംശത്തിൽപ്പെട്ട വ്യക്തിയാണ് ജീവിത പങ്കാളി സ്വീകരിച്ചത്. അതിലൂടെയാണ് അവർ അനുഗ്രഹീതരായത്. അല്ലാതെ വന്നവരൊക്കെ പരാജയപ്പെട്ടു പോയി. അന്യ സ്ത്രീകളെയൊക്കെ കെട്ടിക്കൊണ്ടുവന്ന സോളമനൊക്കെ പരാജയപ്പെട്ടു പോയ കഥ ഇസ്രായേലിന് മനഃപ്പാഠം പോലെ അറിയാം. അതുപോലെ ചിലപ്പോഴൊക്കെ ചില വിവാഹ ബന്ധം നോക്കണം, ചിലത് പൊരുത്തപ്പെടാൻ പറ്റാത്ത ബന്ധം മാതാപിതാക്കൾ നോക്കുമ്പോൾ ശരിയാകില്ലായിരിക്കും. ഏതു ബന്ധത്തിൻ്റെയും ഏറ്റവും വലിയ സ്വാധീകരണം സംഭവിക്കുന്നത് മാതാപിതാക്കളുടെ സമ്മതങ്ങളിലൂടെയാണ്. അപ്പൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവിടെ അടിത്തറ ഇളക്കുമെന്നൊക്കെ വചനം പഠിപ്പിക്കുന്നില്ലേ? മാതാപിതാക്കളുടെ സമ്മതമില്ലാത്ത ഏതു ബന്ധങ്ങളും കാലക്രമത്തിൽ പരാജയപ്പെട്ടു പോകാം. കാരണം ഈ അപ്പൻ്റെ മനസ്സിൻ്റെ നന്മയും അമ്മയുടെ മനസ്സിൻ്റെ നന്മയുമാണ് ഒരു മകനിലേക്കും മകളിലേക്കും മൂർത്തരവുമായി കടന്നു വരുന്നത്. ഈ മകനും മകളും വളർന്നതും വിപുലമാകുന്നതും ഒക്കെ ഈ അപ്പൻ്റെ അമ്മയുടെ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ മേഖലയിലാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹമില്ലാതെ പോയേക്കരുത്. അതുകൊണ്ട് ഏത് പൊന്നുംകുടം പെൺകുട്ടിയായാലും ഏത് ചക്രക്കുട്ടൻ ചെറുക്കനായാലും വേണ്ടില്ല, ഞാൻ പറഞ്ഞു നോക്കും, നിൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കൽ മോനെ മോളെ ആ ബന്ധം വിട്ടേക്കണം. നമുക്ക് ഓർക്കണം, ഒന്ന് ജീവിക്കാൻ പറ്റുമോ അപ്പനും അമ്മയുടെ സമ്മതത്തോടെ? ഇല്ലേ? അനശ്വരമായ പ്രേമകാവ്യങ്ങൾ പാടി നടന്നൊക്കെ ഈ ജീവിതം ഒരു കുഞ്ഞു ജീവിതം കൊണ്ട് കളയണം നമുക്ക്. അതുകൊണ്ട് ബോധപൂർവ്വം ഇങ്ങനെ ചിന്തിക്കണം, നമുക്ക് മാതാപിതാക്കളുടെ സമ്മതമില്ലാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കണം. എൻ്റെ ഈ വചനം കേൾക്കുന്ന നല്ല യുവജനങ്ങളായ മക്കളോടൊക്കെ പറഞ്ഞു വെക്കും, മോനെ മോളെ നീ ഒരു പ്രേമത്തിൽപ്പെട്ട് കിടക്കുകയാണോ കുട്ടിപ്പെട്ട് കിടക്കുകയാണോ, പക്ഷെ നീ ഓർക്കണം, ഇത് വ്യത്യസ്തമായി ചിന്തിക്കണം. നിൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കുമോ? അതിന് സമ്മതിക്കുകയില്ലെങ്കിൽ നീ ബന്ധത്തിൽ നിന്ന് മാറുക തന്നെ വേണം. മാതാപിതാക്കളെ ധിക്കരിച്ച് പോയേക്കരുത്, അവർ കണ്ണീര് വരുത്തി പോയേക്കരുത്, അവിടെ ശാപം മേടിച്ച് പോയേക്കരുത്. കാരണം നമ്മുടെ വിശ്വാസത്തിൽ ദൈവകൽപ്പനകളുടെ അനുഗ്രഹത്തിൻ്റെ ചാലാണ് മാതാപിതാക്കൾ. അതുപോലെ തന്നെ ഗൗരവമായി ഓർക്കണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു തനിമ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇത്രയും ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം, ഈ കാലഘട്ടങ്ങളിൽ ധാരാളം യുവജനങ്ങളായ മക്കൾ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി തങ്ങളുടെ പഠനവും ജോലിയും ജീവിതത്തിൻ്റെ നന്മകളൊക്കെ നശിപ്പിക്കുക. അതിൽ നിന്ന് പിന്മാറാനും കൂടി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധയുള്ള ദൈവവും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കരുതുള്ള മാതാപിതാക്കളും നിങ്ങൾക്ക് നല്ലതേ വരുത്തി തരും. നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്, മാതാപിതാക്കൾ പറ, പപ്പ എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമാണ്, മമ്മി എനിക്ക് ചെറുക്കനെ ഇഷ്ടമാണ്. അവരാലോചിക്കട്ടെ, അന്വേഷിക്കട്ടെ. അവിടെ അനുഗ്രഹത്തോടെയും അവിടെ സ്നേഹത്തോടു കൂടി വിവാഹം കഴിച്ചു പോകാമല്ലോ. നമ്മുടെ വിശ്വാസം ചേർന്ന ബന്ധമാണെങ്കിൽ, ചേരുന്ന സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണെങ്കിൽ തീർച്ചയായും എല്ലാ അനുഗ്രഹം കിട്ടും, സഭയുടെ അനുഗ്രഹം കിട്ടും. പ്രേമത്തിൽ നിന്ന് മാറുന്നൊന്നും പാവമല്ല, ചതിക്കുന്നതാണല്ലോ ഇല്ല. തെറ്റായ വഴിയിൽ നിന്ന് മാറാൻ അവസരം കിട്ടുന്ന ഈ അവസരത്തിന് തെറ്റായ വഴികളിൽ നിന്ന് മാറണം എന്നാവശ്യപ്പെടാം. ഞാൻ പ്രാർത്ഥിക്കുന്നു, നല്ല ജ്ഞാനവും നല്ല ബോധവും വിവരവും എല്ലാ യുവജനങ്ങളായ മക്കൾക്കുണ്ടാകാൻ വേണ്ടിയും ജീവിതത്തിൽ ഏറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള ആത്മീയ നിറവ് കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ ലോകം മുഴുവൻ്റെയും നന്മയ്ക്കും വിശുദ്ധീകരണത്തിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് വളരാൻ ഞങ്ങളുടെ യുവജനങ്ങളെ ശക്തിപ്പെടുത്തണമേ. മറ്റു വ്യക്തികളുമായുള്ള ബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളും പ്രേമബന്ധങ്ങളുടെയും അപകട സാധ്യതകൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം കൊടുക്കണമേ. യേശു നാമത്തിൽ പരിശുദ്ധ മറിയത്തോടൊത്ത് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അങ്ങേ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളണമേ. ആമേൻ.